മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, എല്ലാ ബന്ധങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. ആ പരിധി മറക്കാതിരിക്കുക. നല്ല ബന്ധങ്ങളെ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കുക. ഒരിക്കൽ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് കിട്ടിയെന്ന് വരില്ല. സുന്ദരമായ മുഖം പലർക്കുമുണ്ടാകും, എന്നാൽ മനോഹരമായ ഹൃദയം ചിലർക്ക് മാത്രമേ ഉള്ളൂ. ഭക്തരെ, വിശപ്പുണ്ടായിട്ടും പട്ടിണി കിടക്കുന്നവൻ മാത്രമല്ല, പ്രിയപ്പെട്ടവരുണ്ടായിട്ടും സ്നേഹം കിട്ടാതെ കിടക്കുന്നവനും ദരിദ്രനാണ്. സമ്പത്തുണ്ടായിട്ടും ദാനം ചെയ്യാത്തവർ മാത്രമല്ല, ഹൃദയമുണ്ടായിട്ടും ചുറ്റുമുള്ള മനുഷ്യരെ സ്നേഹിക്കാത്തവരും പിശുക്കരാണ്. ഭക്തരെ, നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ പ്രതീക്ഷിച്ചതും നിങ്ങൾ ചിന്തിച്ചതുമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നില്ലെങ്കിൽ നിരാശപ്പെടരുത്. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത, നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത നന്മയുടെ വാതിലുകൾ നിങ്ങൾക്കായി തുറക്കാൻ കഴിവുള്ളവനാണ് പ്രപഞ്ച സൃഷ്ടാവായ മഹാദേവൻ. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുമ്പോൾ സൂക്ഷിക്കുക. ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവായിത്തീരാം. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും, മാർഗം എത്ര കഠിനമാണെങ്കിലും, വിധി നിങ്ങൾക്കായി കരുതി വച്ചിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. വിധിയകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ്. അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ കാണണമെന്നോ സംസാരിക്കണമെന്നോ തോന്നാത്ത ഒരാളോട് ആ സാന്നിധ്യത്തിനു വേണ്ടി യാചിക്കരുത്. യാചിച്ച് കിട്ടുന്നതെല്ലാം ഭിക്ഷയാണ്. അതിൽ സ്നേഹമുണ്ടെന്ന് കരുതാതിരിക്കുക. വെറും സഹതാപം മാത്രമാണത്. ഭക്തരെ, താങ്ങുണ്ടാവുമെന്ന് കരുതി തളരാൻ നിൽക്കരുത്. തളരുന്ന മനസ്സാണെന്ന് മനസ്സിലാക്കിയാൽ തളർത്തുന്നവരാണ് ചിലർ. ഭക്തരെ, നിങ്ങളുടെ പരിശ്രമങ്ങൾ മഹാദേവൻ കാണുന്നുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ദേവൻ അറിയുന്നുണ്ട്. മഹാദേവൻ നിങ്ങൾക്കായി ഒരു വഴി നൽകും. നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനല്ല ഇത്ര ദൂരം കൊണ്ടുവന്നത്. ഏതു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കുക. എല്ലാം മഹാദേവന്റെ കൃപയാൽ ശരിയായി വരുന്നതായിരിക്കും. അതുവരെയും കാത്തിരിക്കുക. ഒരാൾ വീണ്ടും വീണ്ടും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും വീണ്ടും നിങ്ങളെ തേടി വരുന്നുണ്ടെങ്കിൽ, ഒരാൾ വീണ്ടും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, അയാളേക്കാൾ മനോഹരമായി ആർക്കും നിങ്ങളെ സ്നേഹിക്കാനാവില്ല. ഭക്തരെ, മനുഷ്യരെപ്പോഴും അവൻ്റെ ചുറ്റുപാടുകൾക്ക് അടിമകളാണ്. ആരും മോശക്കാരായി ജനിക്കുന്നില്ല. അനുഭവങ്ങൾ നിങ്ങളെ അങ്ങനെയാക്കി തീർക്കുന്നു. മറക്കുന്നത് മനുഷ്യത്വവും പൊറുക്കുന്നത് ദൈവികവുമാണ്. ഭക്തരെ, അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്ക് വേണ്ടി കൈനീട്ടരുത്. ഊഹിക്കുന്നതിന് മുമ്പ് കാര്യം അറിയുക. വിധിക്കുന്നതിന് മുമ്പ് സത്യം അറിയുക. വേദനിക്കുന്നതിന് മുമ്പ് വിഷമങ്ങൾ അറിയുക. സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുക. ചങ്ങലയ്ക്കിടുന്നവരുടെ കൂടെയല്ല, ചിറകു നൽകുന്നവരുടെ കൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം പറയരുത്, പക്ഷേ പറയുന്നതെല്ലാം ചിന്തിച്ചുകൊണ്ടാകണം. മുഖത്ത് നോക്കി ഉള്ളത് പറയുന്നവരോട് വെറുപ്പ് തോന്നാം, എന്നാൽ അവർ ഒരിക്കലും ചിരിച്ചുകൊണ്ട് ആരെയും ചതിക്കില്ല. നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. ജീവിതം നിങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭക്തരെ, ഹൃദയബന്ധം ഇല്ലെങ്കിൽ രക്തബന്ധം പോലും അർത്ഥശൂന്യമാണ്. ഒരാൾ പറഞ്ഞ രഹസ്യങ്ങളൊന്നും മറ്റൊരാളോട് പരസ്യമാക്കരുത്. മറിച്ച് നല്ലൊരു കേൾവിക്കാരനാവുക. അതിനേക്കാൾ നന്നായി അത് മനസ്സിൽ സൂക്ഷിക്കുക. നിങ്ങളിൽ അണയ്ക്കേണ്ട കനലുകൾ നിങ്ങളിൽ തന്നെ അണയ്ക്കുക. അതൊരിക്കലും പകർന്നു കൊടുക്കാതിരിക്കുക. ഭക്തരെ, എല്ലാവരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതിനാൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം
എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമ ശിവായ.